ഹായ് ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു അവർ യൂട്യൂബ് ചാനൽ BS Dreams. നമ്മൾ ഇന്ന് ചെയ്യാൻ പോകുന്ന വീഡിയോ നമ്മുടെ പച്ചമുളക് നമുക്ക് എങ്ങനെ എഫക്റ്റീവായിട്ട് നല്ല രീതിക്ക് നട്ടെടുക്കുക എന്നുള്ളതാണ്. അപ്പോൾ അതിൻ്റെ പ്രോപ്പറായിട്ടുള്ള വളപ്രയോഗങ്ങളും മറ്റൊക്കെ നമുക്ക് എങ്ങനെയാണെന്ന് നോക്കാം. നമ്മളിതാ ഈ ഒരു ചെറിയ പച്ചമുളകിൽ ഇപ്പോൾ പൂക്കളെല്ലാം വന്നു തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ നമുക്കിതിനെങ്ങനെ പ്രോപ്പറായിട്ടുള്ള വളങ്ങളും മറ്റൊക്കെ ചെയ്യാമെന്ന് നോക്കാം. അപ്പോൾ ഞാനിപ്പോൾ അതിൻ്റെ ഒരു 3-4 മൂട് പച്ചമുളക് നമ്മൾ ഒരു ഗ്രോ ബാഗിനുള്ളിലാണ് ഇതുപോലെ നട്ടിട്ടുള്ളത്. അപ്പോൾ എപ്പോഴും നമ്മൾ മുളക് നടുമ്പോൾ അത്യാവശ്യം നന്നായിട്ട് വെയിൽ കിട്ടുന്ന ഭാഗത്ത് നട്ടാൽ മാത്രമേ നല്ല ഹെൽത്തി ആയിട്ട് വളർന്നു വരുള്ളൂ. അപ്പോൾ ഈ ഒരു മുളക് ചെടിയിൽ ഇപ്പോൾ ഏകദേശം പൂക്കളൊക്കെ വന്ന് തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ ഇത് അത്യാവശ്യം നല്ല എരിവുള്ള മുളകിൻ്റെ തൈയാണ്. നല്ല പഴുത്ത മുളക് നമ്മൾ പാവിയിട്ട് പൊടിപ്പിച്ചെടുത്തതാണ്. അപ്പോൾ അതിന് നമ്മൾ ഇളക്കി മാറ്റി നട്ടേക്കുന്ന തൈകളാണിതെല്ലാം. അപ്പോൾ ചിലരൊക്കെ പറഞ്ഞു കേട്ടിട്ടുണ്ട്, നമ്മുടെ ഈ മുളകൊക്കെ ഒത്തിരി ഒന്ന് വലുപ്പത്തിലാകുമ്പോൾ നമ്മളിൻ്റെ മണ്ട ഭാഗം നുള്ളി കൊടുക്കുകയാണെങ്കിൽ വളരെ എളുപ്പത്തിൽ തന്നെ മൊട്ടുകൾ പിടിക്കും, ഒരുപാട് ചികരം വീശുന്നുള്ളത്. പക്ഷേ ഞാൻ എൻ്റെ മുളകിൻ്റെ മുകൾ ഭാഗത്ത് ഇലകളൊന്നും ഇങ്ങനെ നുള്ളി കളഞ്ഞിട്ടൊന്നും ഉണ്ടായിരുന്നില്ല. പക്ഷേ അത്യാവശ്യം നല്ല ഹെൽത്തി ആയിട്ട് നമ്മുടെ മുളക് ചെടികൾ നിൽപ്പുണ്ട്. നമുക്ക് ഈ ഒരു മുളക് ശ്രദ്ധിച്ചാൽ അറിയാൻ പറ്റും. ഈ മുളക് ചെടിയുടെ വശങ്ങളിൽ ലീഫ് വരുന്ന ഭാഗത്ത് കണ്ട് ചെറിയൊരു വയലറ്റ് ഷെയ്ഡ് പോലെ വരുന്നുണ്ട്. അത്യാവശ്യം നല്ല വലിപ്പത്തിലുള്ള മുളകിൻ്റെ തൈ നമ്മൾ നട്ടേക്കുന്നതാണ്. അപ്പോൾ ഇതിന് ഞാൻ മെയിനായിട്ട് കൊടുത്ത പോട്ടി മിക്സ് എന്താണെന്ന് ആദ്യം പറയാം. മെയിനായിട്ട് ഞാൻ ഉണങ്ങിയ ചാണകപ്പൊടിയും മണ്ണും കൂടെയാണ് മിക്സാക്കി നമ്മൾ നട്ടിട്ടുണ്ടായിരുന്നത്. അപ്പം വളർന്ന് വന്ന് നമ്മൾ ഇളക്കി നട്ട് ചുവടൊക്കെ പിടിച്ച് തുടങ്ങിയതിന് ശേഷം വേപ്പും മണ്ണൊക്കെ നമ്മൾ ഇടയ്ക്കിടയ്ക്ക് ഇതിൻ്റെ ചുവട് ഇളക്കിയിട്ട് ഇട്ട് കൊടുക്കുന്നത് ബെറ്ററാണ്. പ്രോപ്പറായിട്ടുള്ള വളങ്ങൾ നമ്മൾ ചെയ്യുകയാണെങ്കിൽ വളരെ ചെറുതിൽ തന്നെ നമ്മുടെ മുളക് ചെടികൾ നല്ല രീതിക്ക് പൂക്കൾ പിടിക്കുന്നതായിരിക്കും. അപ്പോൾ ഓരോ ഗ്രോ ബാഗുകളിൽ നമ്മൾ 1-2 ചുവട് തൈകൾ മാത്രം നട്ടാൽ മതിയാവും. അത്യാവശ്യം നല്ല വലിപ്പത്തിൽ വളരുന്ന ഒരു മുളകാണിത്. അപ്പോൾ നമ്മുടെ പച്ചമുളകിന് ഈ ഒരു പൂക്കളൊക്കെ വന്ന് തുടങ്ങുന്ന സമയമാകുമ്പം നമ്മൾ ചെയ്യേണ്ട വളപ്രയോഗമാണ് പറയാൻ പോകുന്നത്. അപ്പോൾ ഇത് കുറച്ച് എല്ലുപൊടിയാണ് നമ്മൾ എടുത്തിട്ടുള്ളത്. അതുപോലെ ഇവിടെ കുറച്ച് വേപ്പും മുണ്ണാക്കും എടുത്തിട്ടുണ്ട്. അപ്പോൾ ഇത് നമുക്ക് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കണം. നമ്മുടെ മുളക് ചെടിയൊക്കെ ഏറ്റവും പറ്റിയ അടിപൊളിയായിട്ട് വളമാണിത്. അപ്പോൾ നമുക്ക് ജസ്റ്റ് ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. നമ്മളിത് നന്നായിട്ട് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ മുളകിനും മറ്റൊക്കെ നമ്മൾ രാസവളങ്ങൾ ഉപയോഗിക്കുന്നതിനേക്കാളും ഇതുപോലുള്ള ജൈവവളങ്ങൾ ഉപയോഗിക്കുന്നതാണ് കൂടുതൽ ബെറ്റർ എന്ന് പറയുന്നത്. അപ്പോൾ നമ്മുടെ പച്ചമുളകിൻ്റെ ചുവട് ഭാഗമാണ് ഈ കാണുന്നത്. അപ്പോൾ ഏത് തരത്തിലുള്ള വളങ്ങൾ ചെയ്യുന്നതിന് മുമ്പും നമ്മളിത് ഇതുപോലെ നന്നായിട്ട് നമ്മുടെ പ്ലാന്റിൻ്റെ ചുവടൊന്ന് ഇളക്കി കൊടുക്കുക. അങ്ങനെയാണെങ്കിൽ മാത്രമേ വളങ്ങൾ പെട്ടെന്ന് അബ്സോർബ് ചെയ്യാനായിട്ട് പറ്റുള്ളൂ. നമ്മുടെ പ്ലാന്റ്സിന് നന്നായിട്ട് നമ്മളൊന്ന് ഇളക്കി കൊടുക്കണം. അപ്പോൾ ഒരു ഗ്രോ ബാഗിലേക്ക് ഇത്രയും ഒരു അളവിലാണ് നമ്മൾ എടുത്തിട്ടുള്ളത് വളം. അപ്പോൾ നമുക്ക് ഇതുപോലെ വശങ്ങളിലായിട്ട് തണ്ടിൽ തട്ടാതെ ഇതുപോലെ വശങ്ങളിലായിട്ട് കുറേശ്ശെ ഇട്ട് കൊടുക്കാം. കണ്ടോ, ഈ ഒരു മെത്തേഡിലാണ് നമ്മൾ നമ്മുടെ മുളക് ചെടികൾക്ക് വളപ്രയോഗം നടത്തുന്നത്. അപ്പോൾ ഇതിന് മുകളിലേക്ക് നമുക്ക് കുറച്ച് മണ്ണൂടി ഇട്ട് കൊടുക്കാം. കണ്ടോ, ഇത്രയേ ഉള്ളൂ. അപ്പോൾ മുളക് ചെടി ഓരോ വളർച്ചാ ഘട്ടത്തിൽ നമ്മൾ ഇതുപോലെ പ്രോപ്പറായിട്ടുള്ള വളപ്രയോഗങ്ങൾ നടത്തുകയാണെങ്കിൽ മുളക് ചെടികൾ നല്ല ഹെൽത്തി ആയിട്ട് തന്നെ വളർന്നു വരുന്നതായിരിക്കും. അപ്പോൾ ഇതുപോലെ നമുക്ക് ബാക്കി നിൽക്കുന്ന ചുവടുകളിലും കൂടെ വളങ്ങൾ ഇട്ട് കൊടുക്കാം. ഈ ഗ്രോ ബാഗൊക്കെ ഞാൻ ഇപ്പോൾ മടക്കിയാണ് വെച്ചിട്ടുള്ളത്. അപ്പോൾ നമുക്ക് ഇതെല്ലാം ഒന്ന് നൂത്ത് കൊടുക്കാം. അതുപോലെ നമ്മൾ മുളക് തൈകൾ ഇളക്കി നടുമ്പോൾ ഏകദേശം ഒരു മുക്കാൽ അല്ലെങ്കിൽ ഒരു അര ഭാഗത്തോളം മാത്രമേ പോട്ടി മിക്സ് നിറച്ച് നടാവൂ. കാരണം വീണ്ടും നമുക്ക് മീതെ വളപ്രയോഗങ്ങൾ ചെയ്യുന്നതനുസരിച്ചായിരിക്കും നമ്മുടെ പ്ലാന്റിൻ്റെ ഗ്രോത്ത് എന്ന് പറയുന്നത്. അതുകൊണ്ട് നമ്മൾ പോട്ടി മിക്സ് ഫുള്ള് നിറച്ച് കളയരുത് ഒരിക്കലും മുളക് ചെടി നടുമ്പോൾ. അപ്പോൾ ഇതിലൊക്കെ ഞാൻ 2 ചൂടോളം മുളകാണ് നട്ടിട്ടുള്ളത്. അപ്പോൾ ഇതിൻ്റെ ചുവട്ടിൽ നമുക്കിതുപോലെ വളം ഇട്ട് കൊടുക്കാം. കണ്ടോ, നമ്മളുടെ ഡിഷിൽ കുറച്ച് മണ്ണ് എടുത്തിട്ടുണ്ട്. അപ്പോൾ ആ മണ്ണ് കൂടെ നമുക്ക് ഇതിൻ്റെ ചുവട്ടിലേക്ക് ഇങ്ങനെ ഇട്ട് കൊടുക്കാം. അപ്പോൾ മുളക് ചെടിക്ക് നമുക്ക് ഇതുപോലെ വേണമെങ്കിലും അതുപോലെ തന്നെ നമുക്ക് ലിക്വിഡായിട്ട് വേണമെങ്കിലും വളങ്ങൾ ചെയ്യാവുന്നതാണ്. അപ്പോൾ ഇത് കൂടാതെ ഞാൻ ലിക്വിഡായിട്ട് നമ്മുടെ വേപ്പ് മുണ്ണാക്കും ചാണകപ്പൊടിയൊക്കെ വെള്ളത്തിലിട്ട് വെച്ചതിന് ശേഷം ഡൈല്യൂട്ട് ചെയ്ത്, അതുപോലെ നമ്മുടെ കഞ്ഞിവെള്ളമൊക്കെ ഉണ്ടെങ്കിൽ, പുളിപ്പിച്ച കഞ്ഞിവെള്ളമൊക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ ഒന്ന് ഡൈല്യൂട്ട് ചെയ്ത് നമ്മുടെ മുളകിൻ്റെ ചുവട്ടിൽ ഒഴിച്ചു കൊടുക്കുന്നത് ഏറ്റവും ബെറ്റർ ആയിട്ടുള്ള വളമാണ്. അപ്പോൾ നമ്മൾ കൊടുക്കുന്ന വളങ്ങൾ പ്രോപ്പർ ആണെങ്കിൽ നല്ല ഹെൽത്തി ആയിട്ട് നമ്മുടെ മുളക് ചെടികൾ വളർന്നു വരുന്നതായിരിക്കും. അപ്പോൾ ഇതുപോലെ നമുക്ക് ഈ നിൽക്കുന്ന എല്ലാ ചുവട് ഗ്രോ ബാഗിൽ നിൽക്കുന്ന മുളകുകൾക്കും നമുക്കിതുപോലെ വളങ്ങൾ ചെയ്ത് കൊടുക്കാവുന്നതാണ്. നമ്മൾ ഈ മുളകിൻ്റെ ചുവട് ഭാഗം ഇളക്കുമ്പോൾ നമ്മൾ ഈ മുളകിൻ്റെ വേര് പൊട്ടിപ്പോകാതിരിക്കാൻ വേണ്ടി ശ്രദ്ധിക്കണം. അതുപോലെ തന്നെ ഡയറക്റ്റ് നന്നായിട്ട് സൺലൈറ്റ് കിട്ടുന്ന ഭാഗത്ത് വേണം നമ്മൾ ഈ മുളക് ചെടികൾ നടാനും. അപ്പോൾ ചില സമയങ്ങളിൽ നമ്മുടെ മുളക് ചെടികളുടെ ലീഫെല്ലാം നല്ല രീതിക്ക് ചുരുണ്ടിട്ട് വരാറുണ്ട്. അത് കുരുടിപ്പ് പോലെ വരാറുണ്ട്. അപ്പോൾ അതിന് നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു ഇതെന്ന് പറഞ്ഞാൽ നമ്മുടെ പുളിച്ച കഞ്ഞിവെള്ളം നമ്മൾ നല്ല രീതിക്ക് ഇതിൻ്റെ ലീഫിലൊന്ന് സ്പ്രേ ചെയ്ത് കൊടുക്കുകയാണെങ്കിൽ നല്ല രീതിക്ക് അത് മാറിക്കിട്ടുന്നതാണ്.
അപ്പോൾ എൻ്റെ പച്ചമുളക് ചെടികൾ അത്യാവശ്യം നല്ല ഹെൽത്തി ആയിട്ട് തന്നെ വന്നിട്ടുണ്ട് കണ്ടോ. എന്താ ഇതുപോലെ ഇങ്ങനെ നമ്മൾ നിരത്തി അടുക്കിയാണ് ഈ ഒരു പ്ലാന്റ്സ് ഇങ്ങനെ സെറ്റ് ചെയ്തിട്ടുള്ളത്. നമ്മൾ പ്രോപ്പറായിട്ട് വളങ്ങളും കെയറിങ്ങും ഒക്കെ കൊടുക്കുകയാണെങ്കിൽ നമ്മൾ ചെറുതിൽ തന്നെ നമ്മുടെ പച്ചമുളകൊക്കെ നല്ല രീതിക്ക് ഫ്ലവറിങ് ആയി വരും. അപ്പോൾ ഇത് കൂടാതെ നിലത്ത് ഞാൻ കുറച്ച് മുളക് തൈകൾ നട്ടിട്ടുണ്ട്. അപ്പോൾ അതുകൂടെ നമുക്ക് നോക്കാം. നമ്മൾ നിലത്ത് ഇട്ടേക്കുന്ന പച്ചമുളക് തൈയാണിത് കാണുന്നത് കണ്ടോ. അപ്പോൾ ഇത് നമ്മുടെ കാരിമുളകിൻ്റെ വിത്ത് ഇട്ടതാണ്. അപ്പോൾ അതിലെന്താ ഇങ്ങനെ ചെറിയ ചെറിയ കായൊക്കെ പിടിച്ചിട്ടുണ്ട് കണ്ടോ. അപ്പം മുളക് നമ്മൾ നിലത്താണ് നടുന്നതിൽ അത്യാവശ്യം ഒരു ഡിസ്റ്റൻസ് ഇട്ട് വേണം നമ്മൾ നടാനായിട്ട്. അപ്പോൾ പച്ചമുളക് നമ്മൾ എപ്പോഴും നടുമ്പോൾ ഡ്രൈ ആയിട്ടുള്ള പോട്ടിംഗ് മിക്സ്, ഗ്രോ ബാഗിനുള്ളിലാണെങ്കിൽ കുറച്ച് ഡ്രൈ ആയിട്ടുള്ള പോട്ടിംഗ് മിക്സ് എടുത്തില്ല എന്നുണ്ടെങ്കിൽ ഇതിൻ്റെ ലീഫ് എല്ലാം പൊഴിഞ്ഞു പോയിട്ട് നമ്മുടെ പ്ലാന്റ് അങ്ങ് ഒരു ഹെൽത്തി അല്ലാതായി പോകും. അപ്പോൾ അതൊന്നും നമ്മൾ ശ്രദ്ധിക്കണം. അതുപോലെ തന്നെ മണ്ണ് ഡ്രൈ ആവുന്നതിനനുസരിച്ച് മാത്രം നമ്മൾ മുളകിൻ്റെ ചുവട് ഭാഗം നനച്ചു കൊടുത്താൽ മതിയാവും. അപ്പോൾ ഓവറായിട്ടുള്ള വാട്ടറിങ്ങിൻ്റെ ആവശ്യമില്ല. ഡയറക്റ്റ് നന്നായിട്ട് സൺലൈറ്റ് കിട്ടുന്ന ഭാഗത്ത് വേണം നമ്മൾ മുളക് ചെടികൾ നടാനായിട്ട്. അപ്പോൾ ഈ കാണുന്ന പാലുമുളക്, വെള്ളക്കാന്തരി എന്നൊക്കെ പറയുന്ന മുളകാണ്. അപ്പോൾ അത്യാവശ്യം നല്ല വലിപ്പത്തിൽ തന്നെ ആയിട്ടുണ്ട് നമ്മുടെ ഈ ഒരു മുളക് ചെടിയും. അപ്പോൾ ഇതിലുമൊക്കെ നിറയെ പൂക്കളും കായ്കളും ഒക്കെ ഇങ്ങനെ പിടിച്ച് വരുന്നുണ്ട്. അപ്പോൾ ഇതൊക്കെ നിറച്ച് കായ്ക്കുന്ന വെറൈറ്റി മുളകാണ്. അപ്പോൾ നമ്മുടെ മുളകിൻ്റെ ലീഫിൻ്റെ അടിഭാഗത്തൊക്കെ ചില സമയങ്ങളിൽ മുഞ്ഞയുടെയും മറ്റൊക്കെ പ്രശ്നം വരാറുണ്ട്. അതുപോലെ ഇല ചുരുണ്ട് വരുന്ന അവസ്ഥ. അപ്പോൾ അതിൽ നിന്നൊക്കെ നമ്മുടെ പ്ലാന്റ്സിനെ നമുക്ക് സേവ് ചെയ്യാൻ വേണ്ടി കഞ്ഞിവെള്ളം പുളിപ്പിച്ചത് നമ്മൾ ലൈറ്റായിട്ട് ഈ ഒരു പ്ലാന്റ്സിൻ്റെ ലീഫിലൊന്ന് സ്പ്രേ ചെയ്ത് കൊടുക്കുന്നത് നല്ലതാണ്. അപ്പോൾ നമ്മുടെ വയലറ്റ് കത്തിരി വീണ്ടും ഇതാ കായൊക്കെ പിടിച്ച് നിൽപ്പുണ്ട്. ഇതാ പുതിയ പൂക്കളും ഒക്കെ വരുന്നുണ്ട്. നല്ല ഡാർക്ക് വയലറ്റ് കളറാണിത് കണ്ടോ. അതായത് നമ്മുടെ കുറച്ചുകൂടെ വലിപ്പത്തിലായിട്ടുള്ള മുളകാണ്. അപ്പോൾ ഈ ഒരു പച്ചമുളകിലും അത്യാവശ്യം നല്ല രീതിക്ക് ബ്രാഞ്ചസ് ഒക്കെ ആയിട്ടുണ്ട് കണ്ടോ. അപ്പോൾ ഇത് ഞാൻ ഗ്രോ ബാഗിനുള്ളിലാണ് നട്ടിട്ടുള്ളത്. അപ്പോൾ ഈ പച്ചമുളക് കാണിക്കുന്നതിൻ്റെ കൂടെ തന്നെ ഞാൻ വേറൊരു കാര്യം കൂടെ ഒന്ന് കാണിച്ചു തരാം. അപ്പോൾ ഇതിൻ്റെ അഗസ്തിയുടെ തൈയാണ്. ഞാൻ കുറച്ച് നാൾ മുമ്പ് ഒരു 2-3 മാസം മുമ്പ് എയർ ലെയറിങ് ചെയ്ത് നട്ടതാണ് കണ്ടോ. എയർ ലെയറിങ് ചെയ്ത് നമ്മുടെ തൈകൾ ഉൽപ്പാദിപ്പിച്ചെടുത്താണ്. അപ്പോൾ ആ ഒരു അഗസ്തി ചെടിയിൽ ഇതാ കണ്ടോ, ഞാൻ അന്ന് പറഞ്ഞതുപോലെ എളുപ്പത്തിൽ തന്നെ ഇത്ര ആയപ്പോൾ തന്നെ അതിൽ മൊട്ടും വന്നിട്ടുണ്ട് കണ്ടോ. ലീഫിൻ്റെ വശങ്ങളിലായിട്ട് ഇങ്ങനെ കാണുന്ന മൊട്ടുകളാണ്. അപ്പോൾ ഇത് ഞാൻ വിത്തിട്ട് പൊടിപ്പിച്ച അഗസ്തിയാണ്. അതുകൊണ്ട് അത് അത്യാവശ്യം നല്ല ഹൈറ്റിലായിട്ടുണ്ട് കണ്ടോ. അപ്പോൾ ഇങ്ങനെ വിത്ത് നമ്മൾ ഇടുകയാണെങ്കിൽ ഒരുപാട് നാളെടുക്കും ഇത് പൂക്കൾ വരാനായിട്ട്. അപ്പോൾ പ്രോപ്പറായിട്ട് നമ്മൾ എയർ ലെയറിങ് ചെയ്തെടുക്കുകയാണെങ്കിൽ കണ്ടോ ഇതുപോലെ എളുപ്പത്തിൽ തന്നെ നമ്മുടെ അഗസ്തി ചെടികൾ മൊട്ട് പിടിക്കുന്നതായിരിക്കും. അപ്പോൾ അഗസ്തിയിൽ മാത്രമല്ല മറ്റെല്ലാ പ്ലാന്റ്സിലും നമ്മൾ പേരത്തൈ ആവട്ടെ എല്ലാ പ്ലാന്റ്സിലും നമുക്ക് ഇതുപോലെ എയർ ലെയറിങ് ചെയ്തെടുക്കാനായിട്ട് പറ്റും. അപ്പോൾ എയർ ലെയറിങ് എങ്ങനെയാണ് ചെയ്യുന്നതെന്നുള്ള വീഡിയോ നമ്മുടെ ചാനലിൽ നമ്മൾ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അത് നിങ്ങൾക്ക് എന്തായാലും യൂസ്ഫുൾ ആയിരിക്കും. കാണാത്തവരുണ്ടെങ്കിൽ അത് ജസ്റ്റ് ഒന്ന് കാണുക. അഗസ്തിയിലും പേരയിലും അതുപോലെ മാന്തൈകളിലും മറ്റുമൊക്കെ മാവിൻ്റെ കൊമ്പിലും ഒക്കെ നമുക്ക് ഇതുപോലെ എയർ ലെയറിങ് ചെയ്തെടുക്കാവുന്നതാണ്. അപ്പോൾ ഇങ്ങനെ മൊട്ട് വന്ന് നിൽക്കണോ ഭയങ്കര സന്തോഷമാണ് നമുക്ക് കിട്ടുന്നത് കണ്ടോ. ഇതാ ഈ ഒരു ഹൈറ്റിലേ നമ്മുടെ അഗസ്തി ആയിട്ടുള്ളൂ. ഇത്രേ ആയിട്ടുള്ളൂ. സാധാരണ നമ്മൾ വളങ്ങൾ ചെയ്താൽ നമ്മുടെ മുളകിൻ്റെ ചുവടൊക്കെ നമ്മളൊന്ന് നനച്ചു കൊടുക്കേണ്ടത് അത്യാവശ്യമാണ്. അപ്പോൾ ഇതിപ്പോൾ മഴ പെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്, ഞാൻ നനയ്ക്കുന്നില്ല. അപ്പോൾ ശക്തമായിട്ടുള്ള മഴ പെയ്തിട്ടാണ് നമ്മുടെ ഇതിൻ്റെ ലീഫെല്ലാം കുറച്ച് കീറി പോയിട്ടുണ്ട് മുളകിൻ്റെ. അപ്പോൾ ഇത്രയൊക്കെ ഉള്ളൂ മെയിനായിട്ട് നമ്മുടെ മുളക് ചെടികൾക്ക് കൊടുക്കേണ്ട വളപ്രയോഗത്തെയും പരിപാലനത്തെയും കുറിച്ചും പറയാനായിട്ട്. അപ്പോൾ നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ നമ്മുടെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്തേക്കുക. അപ്പോൾ നമുക്ക് നെക്സ്റ്റ് വീഡിയോയിൽ കാണാം. താങ്ക് യു ഫോർ വാച്ചിങ് ദിസ് വീഡിയോ.